നമസ്കാരം. തിരഞ്ഞെടുപ്പിന്റെ കനത്ത തോൽവിക്ക് ശേഷം പിണറായി വിജയന് എന്തൊക്കെയാണ് പിണറായി വിജയൻ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. അത് എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. ഇപ്പോൾ കേരളത്തെ പ്രത്യേക രാജ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പിണറായി വിജയൻ എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ കണ്ടാൽ അങ്ങനെയാണ് തോന്നുന്നത്. വിദേശകാര്യ വകുപ്പ് കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിലുള്ളതാണ്. അതിൽ കയറി ഇടപെടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം ഒരു ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നതിനെ എടുത്തു പറയേണ്ടതാണ്. വിദേശകാര്യ ചുമതല കേന്ദ്ര സർക്കാരിന് മാത്രം നിശബ്ദമാണ്. അതുകൊണ്ടാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഉള്ളത്. വിദേശത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും തരത്തിൽ അപകടമോ അവർക്ക് എന്തെങ്കിലും തരത്തിൽ ആവശ്യകത വേണ്ടി വന്നാൽ അതിനുവേണ്ടി അതൊക്കെ കോർഡിനേറ്റ് ചെയ്യാനാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ എംബസി ഉള്ളത്. അവർ എമർജൻസി ആയിട്ട് തന്നെ ഇന്ത്യയിലെ വിദേശ മന്ത്രാലയവുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് റിപ്പോർട്ടുകൾ നൽകി അപ്പോഴുള്ള കാര്യങ്ങൾ വിദേശകാര്യത്തെ തന്നെ അറിയിക്കുകയും ചെയ്യും. അതാണ് പതിവ്. അതാണ് അതിന്റെ ചട്ടം എന്ന് പറയുന്നത്. UAE കോൺസുലേറ്റ് വഴി സ്വർണം കടത്തുകയും വിദേശത്ത് പോയി ഫണ്ട് പിരിക്കുകയും ഒക്കെ ചെയ്തത് ഇപ്പോഴും പിണറായി വിജയൻ ആരോപണത്തിന് നേരിലാണ് നിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ED, കസ്റ്റംസ് ഉൾപ്പെടെയുള്ളവർ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്പീക്കറുടെയും പ്രോട്ടോകോൾ ലംഘനങ്ങൾ വലിയ വിവാദമായതാണ്. കിഫ്ബിയുടെ മറവിൽ AFCRI നിയമം ലംഘിച്ച് പണമിടപാട് നടത്തിയതിന് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ED അന്വേഷണം നേരിടുകയാണ്. ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നടന്ന ഡോളർ കടത്തും കറൻസി കടത്തുമെല്ലാം അന്വേഷണ പരിധിയിലാണ്. ഇതെല്ലാം തന്നെ നോക്കുമ്പോൾ ഈ പിണറായി വിജയൻ വിദേശ കാര്യത്തിലേക്ക് പ്രത്യേക ഒരു സെക്രട്ടറി നിയമിച്ചത് തന്നെ സംശയത്തിന്റെ നേരിലാണ്. പിണറായി വിജയൻ ഗൾഫ് രാജ്യങ്ങളിലുള്ള സാമ്പത്തിക ബന്ധത്തിന് കുടപിടിക്കാനാണോ വിദേശകാര്യ സെക്രട്ടറി നിയമം എന്ന സംശയവും ഇപ്പോൾ ഉയരുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന ബന്ധം വഷളാക്കുന്ന രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം തകർക്കുന്ന ഒന്നാണ് പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമാണ്. തൊഴിൽ വകുപ്പ് നോർക്ക സെക്രട്ടറി ഡോക്ടർ കെ വാസുകിയെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ചത് ഈ മാസം 15-നാണ് പൊതുഭരണ വകുപ്പിന്റെ പൊളിറ്റിക്കൽ വിഭാഗം ഈ വിവാദ ഉത്തരവ് പുറത്തേക്ക് വിട്ടത്. നിലവിലുള്ള ചുമതലകൾക്ക് പുറമെ വിദേശ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അധിക ചുമതല വാസുകിക്ക് നൽകിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കാനും മേൽനോട്ടം വഹിക്കാനും ചെയ്യുന്നതെല്ലാം ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ മാത്രം പരിധിയിലുള്ളതാണ് വിദേശകാര്യം. അതിൽ സെക്രട്ടറിയെ നിയമിക്കാനോ മറ്റ് രാജ്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാനോ സംസ്ഥാന സർക്കാരിന് നിയമപരമായി ഒരു അധികാരവുമില്ല. ഭരണഘടനാ പ്രകാരം പൂർണ്ണ ചുമതല വിദേശകാര്യ മന്ത്രാലയത്തിനാണ് എന്നത് വ്യക്തമാണ്. അപ്പോഴാണ് പിണറായി വിജയൻ വിദേശകാര്യ സെക്രട്ടറിയെ നിയമിക്കുന്നു, കെ വാസുകിക്ക് അതിനുള്ള അംഗീകാരം കൊടുക്കുന്നു ഒക്കെ ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ ഒരു വലിയ തോതിൽ ഒരു ദുരൂഹത വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഉടനെ തന്നെ ഒരു അന്വേഷണം നടത്താനുള്ള സാധ്യതയും കൂടുതലാണ്.